you to unusual places, rare views and great experiences. Come with Shinil. It's a trip with Shinil. Subscribe and click the bell icon for continuous travel vlogs. Trip with Shinil. ഗൈസ്, അപ്പോൾ നമ്മുടെ പഞ്ചാബ് ജേണി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയേക്കണത് ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി എത്തിയേക്കാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ശരിക്കും നമുക്ക് വൈകുന്നേരമാണ് കാണാൻ രസമെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കണത് ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ. വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്, വളരെ രസകരമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ എത്തിയേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഗോൾഡൻ ടെമ്പിളിൻ്റെ കൂടുതൽ കാഴ്ചകളാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അമൃത്സറിൽ പുത്ലീഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാണുന്നതാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, അമൃത്സർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നതാണ് ഹാൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഹാൾ ഗേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഇവിടെ എല്ലാത്തിനും വില കുറച്ച് കിട്ടും എന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ ഒരു ഹാൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഹാൾ ഗേറ്റ് കടന്ന് ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ്, അത് എസ്പെഷ്യലി വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ, അങ്ങനെയുള്ള ഫർണിച്ചറുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും, ടോയ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വില കുറച്ച് കിട്ടും. അങ്ങനെ നമ്മളിത് ആ ഒരു ഹാൾ ഗേറ്റ് കടന്ന് ഈ ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയേക്കും. ഇതൊരു ഹെറിറ്റേജ് സ്ട്രീറ്റ് ആണ് കേട്ടോ. പഴയ ടൈപ്പിലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നല്ല വെടിപ്പായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമുക്ക് തലയിൽ കെട്ടാനുള്ള ആ ഒരു തുണിയായിട്ട്, അതായത് നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ കയറണമെങ്കിൽ നമ്മുടെ തല മറച്ചിരിക്കണം. അപ്പോൾ തലയിൽ കെട്ടാനുള്ള ആ ഒരു ടർക്കിയായിട്ട് അവർ വരും. ഒരു ടർക്കിക്ക് 10 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മേടിക്കണമെന്നില്ല, ഒന്നില്ലെങ്കിൽ നമുക്കത് മേടിക്കാം. ശുദ്ധമായിട്ടുള്ളത് നല്ല ക്ലോത്ത് നമുക്ക് കിട്ടും. അതല്ല, നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ പോയാലും ഉള്ളിലേക്ക് പോയാലും നമുക്ക് ഫ്രീ ആയിട്ട് ഇത് അവിടെ നിന്ന് കിട്ടും കെട്ടാനായിട്ട്. അപ്പോൾ അവിടെയുള്ള ഒരു മൈതാനത്ത് പ്രാവുകളെ വളർത്തുന്നതാണ് ഈ കാണുന്നത്. ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ലോണം മാർക്കറ്റ് ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ബാഗുകൾ, ചെരുപ്പുകൾ, ടോയ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ എല്ലാത്തിനും കമ്പാരിറ്റീവ്ലി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെറിയൊരു 350 രൂപ റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുമെങ്കിലും അവർ 950, 1200, 1500 ഒക്കെ നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. എന്നാൽ വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഈ കാണുന്ന സ്ട്രീറ്റൊക്കെ വളരെ രസകരമായിട്ടുള്ള നല്ലൊരു സ്ട്രീറ്റാണ്. നല്ല ജനത്തിരക്കുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ മൊബൈലുകൾ, അതുപോലെ പേഴ്സുകൾ, ക്യാമറകളൊക്കെ നമ്മൾ പെട്ടെന്ന് സൂക്ഷിക്കണം. അതുപോലെ ഇവിടെ ചായക്കടകളൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് അമൃത്സറിൽ ഫീൽ ചെയ്തത്. ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ നല്ല റേറ്റ് ആണ് ഇവിടെയൊക്കെ. പക്ഷെ അവിടെ നടന്നു വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ നമുക്ക് 20 രൂപക്കൊക്കെ ചായ മേടിക്കാൻ പറ്റും. അപ്പോൾ കണ്ട നല്ല അടിപൊളി സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ക്ലീൻ ആണ്, എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ അവിടെ വന്നു, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പല വഴിക്കൊക്കെ പല സ്ഥലത്തോട്ടൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ അവർ വന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പ് ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുൻവശമാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് വിശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. ചെറിയൊരു ഗാർഡനും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ വൈകുന്നേരം വരുന്നതാണ് രസം. പക്ഷേ ശരിക്കും നൈറ്റുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം വരാനായിട്ട്. ഇത് 24 മണിക്കൂറും ഓപ്പൺ ആണ്. നമുക്ക് രാവിലെ വന്നാലും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്, ഉച്ചക്ക് വന്നാലും നല്ല കാഴ്ചകളുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് തലയെ കെട്ടാനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് അവിടെ ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചേക്കണത്. ഇത് പലപ്പോഴും പലരും ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഞാനിത് ഇവിടെ വന്നതിന് ശേഷം എനിക്കത് മനസ്സിലായത്. എന്നാലും ഞാൻ തലയെ കെട്ടി ഈ ഒരു ക്ലോത്ത് കെട്ടിക്കൊണ്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കിടക്കേണ്ടത്. ചെറിയ കുട്ടികളായാൽ പോലും ക്ലോത്ത് കെട്ടിയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇങ്ങനെ ക്ലോത്തൊക്കെ കെട്ടി ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ ആ ഒരു ഉള്ളിലേക്ക് കയറിനേക്കാളും മുമ്പുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതിനുശേഷം നമ്മൾ ചെന്നിട്ട് ഹാൻഡൊക്കെ നന്നായിട്ട് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ പൈപ്പ് ഉണ്ട്, സോപ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ കൈ പിടിച്ചേക്കണ കാരണം രണ്ട് കൈയും വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ കണ്ടത് ഇവിടെ നമ്മുടെ കാലുകൾ വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നടന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ വാഷ് ചെയ്യും. പിന്നെ അതിനുള്ളിലേക്ക് നമുക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. മൊബൈൽ ഫോണിൽ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ എടുത്തേക്കണതൊക്കെ പിന്നീട് പോയപ്പോൾ കിട്ടിയേക്കുന്ന കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉൾവശം. അപ്പോൾ അത് ആ കാണുന്ന ആ വെള്ളത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ കാണുന്ന ഭാഗമാണ് ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് ഭയങ്കര സമാധാന സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ട്. എത്ര പേര് വന്നാലും നമുക്ക് ഭക്ഷണം കിട്ടുന്ന ലെവലിൽ, അതായത് റൊട്ടിയും അതുപോലെയുള്ള അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുക. 24 മണിക്കൂർ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. ഇതൊരു ടൈം ലാപ്സ് ആണ്. സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം. ഞാൻ പറയുന്നത് ഈവനിങ്ങിലാണ് നമ്മളവിടെ പോയത്. അപ്പോൾ ആ ഈവനിങ് ടൈം കാണാൻ തന്നെ വളരെ രസകരമാണ്.
എന്നുള്ളതാണ്. ഈ വെള്ളത്തിലേക്ക് കാല് നീട്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അവർ നമ്മളെ പ്രതിരോധിക്കും, അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇതിന് ചുറ്റിനും ഇരുന്നിട്ട് നമുക്ക് ധ്യാനിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി ഭയങ്കര രസമാണ് ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിനെ പറ്റിയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.